എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കൊരു തിരക്ക് പിടിച്ച ദിവസമാണെന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിന്ന് ബാങ്ക് വരെ ഒന്ന് പോകണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാങ്കിൽ പൈസ കൊണ്ടുപോയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. അങ്ങനെയല്ല, എൻ്റെ കുറച്ച് സ്വർണം ബാങ്കിൽ ലോണായിട്ട് പണയം വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസയൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് എങ്ങനെയെങ്കിലും ആ ഗോൾഡ് ഒന്ന് തിരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് പൈസ കടമായിട്ട് വാങ്ങിച്ച ഒരാൾ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ പൈസ വെറുതെ ഇരുത്തി ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ പോകുന്നതും അത്തരത്തിലുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവുമല്ലോ നമ്മൾ തിരിച്ചു വരാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അന്നത്തെ ദിവസം പിന്നെ ബാങ്കിൽ പോകണമല്ലോ, അവിടെ ചെന്നിരിക്കണം, ലോൺ അടയ്ക്കണം, ക്യൂ നിൽക്കണം, ടോക്കൺ എടുക്കണം, അങ്ങനത്തെ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വരുവേ. എല്ലാവർക്കും അങ്ങനെയാണോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഇച്ചിരി മടിയുള്ള കാര്യമാണ് ഇങ്ങനെ പോയി ലോൺ അടയ്ക്കാൻ പോവുക, അങ്ങനത്തെ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യുക, അങ്ങനെ ആ ഒരു സെറ്റപ്പ് എനിക്ക് അങ്ങനെയുള്ളൊരു ഏരിയയിലൊക്കെ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ഈ വീഡിയോയുടെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്താതെ കണ്ടു തീർക്കണം കേട്ടോ, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഇതാ റെഡി ആവാനായിട്ട് പോവാണ് കേട്ടോ. പല്ലൊക്കെ തേച്ച് അങ്ങനെ ബാങ്കിൽ പോകാനായിട്ട് ചേട്ടനതാ റെഡിയായി നിൽപ്പുണ്ട്. ഞാനും റെഡിയായി നമ്മൾ ബാങ്കിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണേ. അങ്ങനെ റെഡിയായി ഇതാ പൊട്ടൊക്കെ തൊട്ട് വലിയ കാര്യത്തിൽ പോവുകയാണ് കേട്ടോ. ട്വിസ്റ്റ് ഉണ്ടേ, ഇട്ടിട്ട് പോകല്ലേ, പറയാം കേട്ടോ. അപ്പോൾ അമ്മ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അമ്മ ഒരു വഴിക്ക് ഞങ്ങളൊരു വഴിക്ക്, അങ്ങനെ ഞാൻ ചേട്ടനും കൂടി ബാങ്കിലേക്ക് പോകാൻ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പോസ്റ്റ് ഓഫീസുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾക്കൊരു പോസ്റ്റൽ കൈപ്പറ്റാനായിട്ടുണ്ട്. ചേട്ടൻ്റെ പേര് വന്നത് അത് വാങ്ങിച്ചിട്ട് പിന്നെയും ഒരു 7 കിലോമീറ്ററോളം ഉണ്ട് ബാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടുന്ന് പോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറി. പക്ഷേ ആ പോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് ഏറ്റവും ഭാഗ്യമായത്. കാരണം ഇന്ന് ബാങ്ക് അവധിയാണെന്നുള്ളത് ഞങ്ങൾ അവിടെ നിന്നാണ് അറിഞ്ഞത്. അങ്ങനെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ബാങ്കിലേക്കെന്നും പറഞ്ഞിറങ്ങിയ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ചേട്ടനാണെങ്കിൽ ആ പോസ്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി വേറൊരാളെ കാണാൻ വേണ്ടി പോയി. ഞാൻ തിരിച്ചത് ആ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ച് വരുന്നുണ്ട്. എൻ്റെ മുഖത്ത് ചമ്മലൊന്നുമില്ല, കാരണം ബാങ്ക് വരെ പോകേണ്ടി വന്നില്ല. എന്തോ ഭാഗ്യത്തിന് ആ പോസ്റ്റിൽ കൈപ്പറ്റാനുള്ളത് കൊണ്ട് പോസ്റ്റ് ഓഫീസ് വരെ പോയിട്ട് ഇങ്ങ് തിരിച്ച് വന്നു. ഇത് പിന്നെ ലോകത്തിൽ എനിക്ക് മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യം അല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.